മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലത്തെ പത്രത്തില്, മിനിഞ്ഞാന്നത്തെ പത്രത്തിലും, ശരിക്കും പത്രത്തിലെന്ന് പറയുന്നതിനേക്കാളും പത്രങ്ങളില് അത്ഭുതകരമായിട്ടൊരു വാർത്ത വായിക്കേണ്ടത്. കേരളത്തിലെ 140-ൽ പരം മണ്ഡലങ്ങളില്, ഇലക്ഷനുള്ള മണ്ഡലങ്ങളില് 75 മണ്ഡലങ്ങള് സോഷ്യൽ മീഡിയ മണ്ഡലങ്ങളാണ്. അത്രയും ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന വരിയാണത്. സോഷ്യൽ മീഡിയയുടെ സ്വാധീനം അസാധാരണമായിട്ടുള്ള മണ്ഡലങ്ങൾ. അവിടെ ഫ്ലക്സും നോട്ടീസും മൈക്കിൽ അനൗൺസ്മെന്റും എത്രത്തോളം ജനങ്ങളെ സ്വാധീനിക്കുന്നുവോ അതിനേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയ എത്ര ഗംഭീരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് നോക്കാം. ലോകത്തിലെ മറ്റേത് സംസ്കാരത്തിന് ഹൈടെക് IT ബേസ്ഡ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ സാധിക്കുന്നതിനേക്കാളും ശക്തമായ രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഹിന്ദുക്കൾക്കാണ്, ഭാരതീയർക്കാണ്. ഭാരതീയ സംസ്കാരം പഠിപ്പിക്കുന്നവർക്കാണ് ഏറ്റവും അധികം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം, ഞാൻ ചെറിയ ചെറിയ മെസ്സേജുകൾ യൂട്യൂബിൽ കൊടുക്കുന്നത് വാട്സപ്പിലൂടെ ധാരാളം പേര്, ധാരാളം വ്യക്തികൾ ഓരോ സ്ഥലത്ത് എത്തിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിയാറുണ്ട്. പല ആശുപത്രിയിലും പല ആവശ്യത്തിന് വേണ്ടി പോകേണ്ടി വരുമ്പോൾ ഡോക്ടർമാർ ഇങ്ങോട്ട് പറയാറുണ്ട്, ഞങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ നിങ്ങളുടെ സന്ദേശത്തിൽ നിന്നാണ് അറിയുന്നത്. നമ്മൾ ഈ വിദേശയാത്രയ്ക്ക് പോകുമ്പോഴും അവരും ഈ സന്ദേശം യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും എടുത്തിട്ട് വാട്സപ്പ് വഴിക്ക് അയക്കുന്നുണ്ട്. ധാരാളം പേര് ബ്ലോഗിലൂടെ അയക്കുന്നുണ്ട്, ധാരാളം പേര് SMS-ലൂടെ അയക്കുന്നുണ്ട്, പിന്നെ അവരുടെ ഫേസ്ബുക്കിലേക്ക് ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാൽ നമ്മുടെ രാഷ്ട്രത്തെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല, ഒരു സംഘടനയുണ്ടാക്കി അതിൽ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും മെമ്പേഴ്സും ഒക്കെ ഉണ്ടാക്കി അവരെയൊക്കെ വിളിച്ചുകൂട്ടി മീറ്റിംഗ് നടത്തി പിന്നെ അതിൻ്റെ നടത്തിപ്പിനായിട്ട് കുറെ ഡൊണേഷനൊക്കെ പിരിച്ച് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടും വിഷമവും അപ്രായോഗികവുമാണ് പലപ്പോഴും. ഇപ്പൊ സൗദി അറേബ്യയിലും മിഡിൽ ഈസ്റ്റിലും എല്ലാം ഒരു മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ ചെയ്യാൻ ഇമ്പോസിബിളുമാണ്. അപ്പൊ ഇവിടെ എല്ലാം നല്ല രീതിയിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാൽ ഹിന്ദു ധർമ്മം അല്ലെങ്കിൽ ഏത് ധർമ്മത്തിലെയും നല്ലത് ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കാൻ ഏറ്റവും നല്ലത് അതാണ്. ഞാൻ ഇന്നലെ പറയുകയുണ്ടായി, മലപ്പുറത്ത് കൂടെ പാലക്കാട് പോയപ്പോൾ ഉസ്മാൻ എന്ന് പറയുന്ന ഒരു സാധാരണ മുസ്ലിമിനെ കണ്ടു. അയാളുടെ ആ വരി വളരെ അട്രാക്റ്റീവായിരുന്നു. ഹിന്ദുക്കളെക്കുറിച്ച് മുസ്ലിങ്ങളും മുസ്ലിങ്ങളെക്കുറിച്ച് ഹിന്ദുക്കളും ഓരോ മതത്തിലുള്ളവരും പരസ്പരം അറിഞ്ഞാലല്ലേ സാറേ സഹകരിച്ചു മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്ന്. ഈ ഹിന്ദുക്കൾക്ക് ഈ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഉള്ളതുകൊണ്ട് ഹിന്ദുക്കൾക്കും ഹിന്ദു ധർമ്മം എന്താണെന്ന് അറിഞ്ഞൂടാ, മറ്റുള്ളവർക്കും അറിഞ്ഞൂടാ. മറ്റുള്ളവരെ എതിർക്കുകയും പുച്ഛിക്കുകയും ചെയ്യുമ്പോൾ അത് വാദിക്കാനും ജയിക്കാനുമുള്ള ഇഷ്യൂ ആയി മാറുന്നു. പക്ഷെ ചെറിയ ചെറിയ ബിറ്റുകൾ, ഞങ്ങള് പാലക്കാട് യാത്രയ്ക്ക് പോയപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള നമ്മുടെ കോർഡിനേറ്റർ പരപ്പനങ്ങാടിയിൽ നിന്നുള്ള ഗോപാലകൃഷ്ണൻ, അദ്ദേഹം മൊബൈലിൽ കാണിക്കായിരുന്നു, അരമണിക്കൂർ കൊണ്ട് ഏതാണ്ട് 40 വാട്സപ്പ് മെസ്സേജ് എന്റെ സ്പീച്ചിൽ നിന്ന് ആരോ അയച്ചത് അദ്ദേഹത്തിന്റെ മൊബൈലിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്പീച്ചിൽ നിന്ന് വാട്സപ്പ് വഴിക്കും മെസ്സഞ്ചർ വഴിക്കും യൂട്യൂബിന്റെ ലിങ്കേജ് ആയിട്ടും ഫേസ്ബുക്കിന്റെ ലിങ്കേജ് ആയിട്ടും
ഓരോ സ്ഥലത്തേക്കും പോകുന്നുണ്ട്. അത് എന്റെ സ്പീച്ചിനെ കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞതല്ല. നല്ല നല്ല മെസ്സേജസ് ആര് തരികയാണെങ്കിലും. യഥാർത്ഥത്തില് നമ്മള് മലപ്പുറത്ത് ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയപ്പോ ഇവിടെ അറിഞ്ഞത് അടുത്ത ദിവസം 5 പേരുടെ പ്രഭാഷണമാണ്. 5 പേരുടെ പ്രഭാഷണം അമ്പലത്തിൽ നടത്തുന്നതിൽ 3 പേര് ക്രിസ്ത്യാനികളാണ്. എനിക്ക് വളരെ അത്ഭുതം തോന്നി. 3 പേര് ക്രിസ്ത്യാനികളാണ്. അതുപോലെ തന്നെ ഇവിടെ മൂവാറ്റുപുഴയ്ക്കടുത്ത് ഒരു അമ്പലത്തിൽ ധാരാളം പേരുണ്ടായിരുന്നു. അവിടെയും പ്രഭാഷണത്തിൽ ഏതാണ്ട് 7 ദിവസം കണ്ടിന്യൂസ് പ്രഭാഷണമുള്ളതിൽ 10-40 പേരുടെ പ്രഭാഷണത്തിൽ 16 പേരോ മറ്റോ ക്രിസ്ത്യാനികളും 4 പേരും മുസ്ലിങ്ങളുമാണ് അമ്പലത്തിൽ. പക്ഷെ ഭാരതീയ പൈതൃകത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ്. ബൈബിളിനെ കുറിച്ചും ഖുർആനെ കുറിച്ചൊന്നുമല്ല, ഭാഗവതത്തെക്കുറിച്ചും ജീവിത സന്ദേശത്തെക്കുറിച്ചുമാണ്. അപ്പൊ ഇവരുടെയൊക്കെ സന്ദേശം നമുക്ക് യൂട്യൂബിലൂടെയും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കാൻ സാധിച്ചാൽ ഒരു വലിയ സംഘടന ഉണ്ടാക്കിയിട്ട് അതിന് ഓഫീസ് ഉണ്ടാക്കി അതിനകത്തിരുന്നുകൊണ്ട് പരദൂഷണവും പറഞ്ഞ് ജീവിത സമയം കളയുന്നതിനേക്കാൾ എത്ര നല്ലതാ. ഞാൻ നേരത്തെ 2-3 പ്രാവശ്യം പറഞ്ഞതുപോലെ dharmanews.net, dharmanews.in, dharmanews.in ഒറ്റ വാക്കാണ്. അതേപോലെ dharmaradio.net, അതിലൂടെ 24 മണിക്കൂർ നമ്മൾ മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 10,000-കണക്കിന് ആൾക്കാരത് കാണുന്നുണ്ട്. ഭാരതത്തെക്കുറിച്ചും ഭാരതീയ പൈതൃകത്തെക്കുറിച്ചും അഭിമാനിക്കാൻ പാകത്തിന് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് വീട്ടിലിരുന്നുകൊണ്ട് നല്ല ഓതന്റിക് ആയിട്ടുള്ള വാർത്ത 2 വരിയോ 3 വരിയോ നേരെ മൊബൈൽ ഫോണിൽ ടൈപ്പ് ചെയ്തിട്ട് dharmanews.in അപ്ലോഡ് ചെയ്യാണ്. പലപ്പോഴും വാർത്ത വണ്ടിയിലിരുന്നുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. എത്ര ഭംഗിയായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ സാധിക്കാം. അപ്പൊ അതെല്ലാം ഉപയോഗിക്കും. അതേപോലെ നമ്മൾ ആഗസ്റ്റ് മാസം 2-ാം തീയതി കർക്കിടകത്തിലെ കറുത്ത വാവിന് പിതൃകർമ്മം ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെയാണ് വൈദിക വിധിപ്രകാരമുള്ള പിതൃകർമ്മം തൃശ്ശൂർ കേച്ചേരിക്കടുത്ത് നാഷണൽ ഹെറിറ്റേജ് സെന്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സെന്ററാണ് അവിടെ നടത്തുന്നത്. അതിന്റെ മെസ്സേജ് കൊടുക്കുന്നത് 10-60,000 പേർക്ക് SMS ആയിട്ടാണ് പോകുന്നത്. അപ്പൊ SMS ഒരു നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യുന്നതിനേക്കാൾ എത്ര എളുപ്പത്തിൽ പോക്കറ്റിലേക്ക് എത്തും SMS. ഒക്ടോബർ മാസം 11-ാം തീയതി വിജയദശമിയാണ്. അറിയാതെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. ഒക്ടോബർ 10-ാം തീയതിയാണ്. 10-ാം തീയതി അല്ല, ഒക്ടോബർ 11-ാം തീയതിയാണ് വിജയദശമി. വൈദിക വിധിപ്രകാരമുള്ള നാരായം ഉപയോഗിച്ചും സ്വർണം ഉപയോഗിച്ചുമുള്ള വിദ്യാരംഭം നടത്തുന്നതിന്റെ മെസ്സേജും ചെറിയ കുട്ടികൾക്കും നമ്മുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഒക്കെ വളരെ അൾട്രാ ഏൻഷ്യന്റ് ആയിട്ടുള്ള അൾട്രാ മോഡേൺ കൺസെപ്റ്റുള്ള വിദ്യാരംഭം നടത്തുന്നതിനെ കുറിച്ചുള്ള മെസ്സേജും കൊടുത്തിരിക്കുന്നതൊക്കെ യൂട്യൂബിന്റെ സൈഡിൽ പ്രിന്റ് ഔട്ട് ആയിട്ടാണ്. ഞാനിതിപ്പോ എടുത്തു പറയാൻ കാരണം അറിയാതെ ഒക്ടോബർ 10 എന്ന് പറഞ്ഞുപോയി. ഒക്ടോബർ 10 അല്ല, ഒക്ടോബർ 11 ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് വിജയദശമിയെ കുറിച്ച് പറഞ്ഞത്. ആഗസ്റ്റ് 2 കർക്കിടകത്തിലെ കറുത്തവാവ്. ഇതൊക്കെ അറിയിക്കാനും നമുക്കിത് ഉപയോഗിക്കാമല്ലോ. IT സിസ്റ്റം ഉപയോഗിക്കാമല്ലോ. സബ്ജക്റ്റ് പഠിക്കാനും പഠിപ്പിക്കാനും മാത്രമല്ല, ജനങ്ങളെ നമ്മുടെ പരിപാടികൾ അറിയിക്കാനും ഉപയോഗിക്കാം. നിങ്ങളെല്ലാവരും അതേപോലെയുള്ള ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുക. അതൊരു സുഖമാണ്, സന്തോഷമുള്ള കാര്യമാണ്. ശരിക്കും ഒരാൾ വർക്ക് ചെയ്താൽ തന്നെ ഒരു 10,000 പേര് അല്ലെങ്കിൽ 1000 പേര് അല്ലെങ്കിൽ 100 പേര് അല്ലെങ്കിൽ 10 പേര് വർക്ക് ചെയ്യുന്ന ഇഫക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. എത്ര ബുദ്ധി ഉപയോഗിച്ചത് ചെയ്യുന്നു എന്നൊന്ന് വിശകലനം ചെയ്ത് സ്വീകരിക്കുകയാണെങ്കിൽ. പ്രണാമം, നമസ്കാരം.